കോഴിക്കോട് നിപ്പ രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ട ആരോഗ്യവകുപ്പ്. മെയ് 30 മുതൽ ജൂൺ 10 വരെയുള്ള രോഗിയുടെ റൂട്ട് മാപ്പാണ് പുറത്തുവിട്ടത്. 77 പേരുടെ സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ജൂൺ 2-ന് രോഗി റെഡ് ക്രസ്റ്റിന് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. 9-ാം തീയതി കോഴിക്കോടുള്ള അസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലും 1-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിയിരുന്നു. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ട 15 പേരെ ഹോം ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ ആളുകൾ രോഗലക്ഷണം കാണിക്കുകയാണെങ്കിൽ മാത്രമേ രോഗിയുടെ സ്ഥലം ക്വാറന്റൈൻ സോൺ ആയി പ്രഖ്യാപിക്കുകയുള്ളൂ. നിലവിൽ രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിലവിൽ രോഗിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഐസൊലേഷൻ വാർഡിലെ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ് രോഗി. ഏതായാലും കോഴിക്കോട് നിപ്പ രോഗം സ്ഥിരീകരിച്ച രോഗിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. രോഗിയുടെ റൂട്ട് മാപ്പ് അടക്കം ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. മെയ് 30 മുതൽ ജൂൺ 10 വരെയുള്ള റൂട്ട് മാപ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 77 പേരുടെ സമ്പർക്ക പട്ടികയാണ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ജൂൺ 2-ന് രോഗി റെഡ് ക്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. 9-ാം തീയതി കോഴിക്കോടുള്ള അസ്റ്റർ മിംസ് ഹോസ്പിറ്റലും 1-ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലും രോഗി എത്തിയിരുന്നു. നിലവിലുള്ള സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും രോഗലക്ഷണങ്ങൾ ഇല്ല. ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ട 15 പേരെ ഹോം ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് രോഗലക്ഷണം കാണിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു രോഗിയുടെ സ്ഥലം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുകയുള്ളൂ. നിലവിൽ രാമനാട്ടുകര സ്വദേശിക്കാണ് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗിയുടെ ആരോഗ്യനില നിലവിൽ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഐസൊലേഷൻ വാർഡിലെ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ് രോഗി.